ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവളോട് ഈ സർപ്പബലിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അവൾക്ക് അതിലൊക്കെ നല്ല അറിവാ. അവളുടെ ഒരു മുത്തശ്ശനുണ്ട്, ഒരു രാമപിഷാരടി. മുത്തശ്ശൻ വിറ്റ്നസ് ആയ ഒരു സർപ്പബലിയുടെ കാര്യം അവളെന്നോട് പറഞ്ഞു. കേക്കണോ മമ്മിക്ക്? പറയൂ. ഇപ്പൊ കളരിക്കല് നടക്കുന്നില്ലേ, എക്സാക്ട്ലി അതുപോലത്തെ ഒരു സർപ്പബലി മുമ്പ് നടന്നിട്ടുണ്ട്. സർപ്പബലിയുടെ ദിവസം കളം വരച്ച് പുള്ളവന്മാര് പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു വലിയ സർപ്പം സർപ്പക്കളത്തിലേക്ക് എഴിഞ്ഞു കയറി. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. അവളുടെ എല്ലുകൾ ഇങ്ങനെ പൊടിഞ്ഞുന്നാ കാഴ്ചക്കാര് പറഞ്ഞ. എന്നിട്ട് സർപ്പ അവളുടെ നെറുകയില് കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു. കടും നീല നിറത്തിലായിരുന്നു ബോഡി കിടന്നിരുന്നേന്ന്. സർപ്പം ചുറ്റി വരുന്നത് കണ്ടപ്പോ തന്നെ എല്ലാവരും സ്ഥലം വിട്ടു. കുറച്ചു കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴേ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതാ കാണുന്നെ. മാം, ഈ സർപ്പബലി എന്ന് പറയുന്നത് ഇത്രയ്ക്കും വലിയൊരു കാര്യമായിരുന്നോ? ഞാൻ സരയുനോട് ചാൻസസ് ഒക്കെ ചോദിച്ചു. അവള് പറയുന്നത് ബലി നടക്കുന്നിടത്ത് സർപ്പം വരുമെന്നാ. ഇതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. സർപ്പം വന്ന് കൃഷ്ണയെ ചുറ്റി വരിഞ്ഞാലും കൊത്തിക്കൊന്നാലും നമുക്കെന്താ? അവള് ചാവുന്നത് തന്നെയാണല്ലോ നമുക്ക് നല്ലത്. ബട്ട് ഈ സർപ്പം ചുറ്റി വരിയുമ്പോ എന്തായാലും ചുറ്റുള്ള ആളുകളൊക്കെ ഓടിപ്പോവും. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരുമ്പോഴേക്കും നാഗത്തറയിൽ നിന്നും അവളുടെ ബോഡി നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണം. എന്നിട്ട് പകരം ഞാൻ ഇരുന്നാ മതിയല്ലോ. നാഗദോഷം തീരുന്നു, എന്റെ കാര്യം സേഫ് ആവുന്നു. പിന്നെ അവളുടെ ബോഡിയല്ലേ, ഒന്നുമില്ലെങ്കിലും അവിടെ എവിടെയെങ്കിലും കെട്ടിത്താഴ്ത്താം. അല്ലെങ്കിൽ അവളുടെ അമ്മയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കാം, അല്ലേ? സരയു തന്നെ വിളിക്കുന്ന. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഹലോ, പറ. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. എന്നിട്ട് സർപ്പ അവളുടെ നെറുകയില് കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു.